ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ടൂറൊക്കെ പോയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ അന്നങ്ങനെ റോഡൊക്കെ ബ്ലോക്കായി, പിന്നെ മക്കളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടാ, ഭയങ്കര ഉറക്കേന് എല്ലാവരും. പിന്നെ അങ്ങനെ നമ്മൾ ചാടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനും പിന്നെ ലാസ്റ്റ് അങ്ങനെ ഉറക്കപ്പെട്ടു കേട്ടോ. ഞാൻ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ചായ കടകൾ പല സ്ഥലത്ത് ചാടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്ക്. പിന്നെ അത് മാത്രമല്ല, ചായക്കട മൊത്തം ഭയങ്കര തിരക്ക്, ഓരോരുത്തർ ലൈൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലൈൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും ഉറക്കപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഹനൂസ് എൻ്റെ അടുത്തേന് തലക്കിരുന്നിരുന്നു. അപ്പോൾ ഓന് വീകുവാൻ അതൊന്നും നോക്കണം. എൻ്റെ മടിയിൽ മിന്നുട്ടി റെസുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെട്ടിച്ചെറുത്തിയിട്ട് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് പിന്നെ വീട്ടിലെത്തിയ മക്കൾക്ക് പൂത്തിരി കത്തിക്കണം പറഞ്ഞിട്ട് കത്തിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ എടുത്തിക്കുന്നാലും നിങ്ങൾ കാണുള്ളൂ. നിങ്ങളവിടെ എടുത്ത് കുറച്ച് എടുത്തേക്ക്. ഇവിടെ രണ്ടാൾക്കും ഒപ്പം കത്തിച്ചാൽ കൊടുക്കേ, ഒരാളത് കൂടെ കൊടുക്കേ, നമുക്കും കൂടി കത്തിച്ചു കൊടുക്കണോ? നല്ല എവിടേക്കാണ് മിന്നിജ് കൊണ്ടുപോകുന്നത്? നമുക്ക് കേട്ടിട്ടാ സമാധാനമായില്ല നിങ്ങൾക്ക്? പിടിച്ച് അന്നങ്ങനെ രാത്രി ഏതായാലും പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കാടാമ്പുഴക്ക് ബാങ്കിക്ക് പോയതാണ് കേട്ടോ. അർജൻറ്റായിട്ട് ബാങ്കിൽ പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാം പെരുന്നാൾക്ക് ബാങ്ക് അവധി കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ സസിയായി പോകുന്നു കേസ്. അങ്ങനെ പിന്നെ എന്താ പറയുക, അടുത്ത് വന്നിട്ട് വിചാരിച്ച് അപ്പോൾ അവിടെ ഒരു കടി കയറാനായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറി. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കല്ലേ പറഞ്ഞു. അപ്പോൾ ഏതായാലും അവിടെ വന്നതല്ലേ വെച്ചിട്ട് അങ്ങനെ ജ്യൂസ് കുടിക്കാൻ കയറി. പിന്നെ നമ്മൾ അനൂസ് റോസും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവർക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു കയറ്റാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ആദ്യമൊക്കെ മക്കളില്ലെങ്കിൽ എനിക്കൊരു ഇതേന് കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ അവർക്ക് പാഴ്സൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താണ് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട് സലാഡ് ഇതേരായിട്ട് ഹോട്ടലിലൊന്നും ഇതുപോലെ കൂൾബാറിനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കാനല്ലാതെ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ മക്കൾ. ഇതെന്താണ് ഐസ്ക്രീമോ? ഇതെങ്ങാനും മിന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. നിങ്ങൾ ഇതിലൊക്കെ നോക്കിക്കാ. അപ്പോൾ ഏതായാലും ഇതാ ഫ്രൂട്ട് സലാഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പേർക്കും. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നല്ലാതെ. അഭിപ്രാവശ്യം കുഞ്ഞൻ്റെ ഇഷ്ടത്തിന് അത് തന്നെ ഓർഡർ ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ ഔൽ മിൽക്കൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ അതൊക്കെ എപ്പോഴും കഴിക്കണതല്ലേ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ഫ്രൂട്ടൊക്കെ പിന്നെ ജെറിയൊക്കെ ഇട്ടിട്ട്, പിന്നെന്താ പറയുക, ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, അനൂസ് റോസുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ മിന്നുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറയുകയെന്നൊക്കെ പറയുന്നു കേട്ടോ ഞാൻ. കാരണം എന്താണ്, അധികം മിന്നുട്ടിയാണ് എല്ലാത്തിനും കൂടെ വരാറ്. ഹനൂസ് അങ്ങനെ വാശിയും പിടിക്കുമല്ലോ. എനിക്കങ്ങനെ പോരുന്നൊന്നുമില്ല. എനിക്ക് ഫുൾ ടൈം വീട്ടിലിങ്ങനെ കളിക്കണം, അതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ഓനെ പല്ല് ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓനെയൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് കൂടെ കൂട്ടിയതേനു കേട്ടോ. പിന്നെ റിനും മിന്നു ഭയങ്കര ഉറക്കേന്. ഹനൂസ് പിന്നെ അവിടെ ഉറങ്ങാതിരുന്നപ്പോൾ ഞാൻ പോരെ അങ്ങനെ പോകുന്നതേനു കേട്ടോ. പിന്നെ ഹനൂസ് പൊതുവേ കൂടെ പോരൽ കുറവാണ് കേട്ടോ. മിന്നുട്ടി പിന്നെ ചിണുങ്ങി കുറുമ്പാട്ടി മെല്ലെ പിന്നാലെ കൂടും കേട്ടോ. എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിങ്ങനെ ചോടോർത്തുനിന്ന് വേഗം കുളിച്ച് റെഡി ആയിക്കോട്ടോ. പക്ഷെ കുഞ്ഞോനോട് ചോദിക്കൂല, എന്നോട് ഇങ്ങനെ പറയും ഇട്ടത് എങ്ങോട്ട് പോകണമെങ്കിലും പിന്നാലെ കൂടും കേട്ടോ. ഹനൂസിന് പിന്നെ അങ്ങനത്തെ വാശിയൊന്നുമില്ല. അങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, നമ്മൾ ഹനൂസിന് നല്ല ഇഷ്ടമായിക്കണേ. റസൂട്ടി വല്ലാതൊന്നും കഴിച്ചില്ല കേട്ടോ. റസൂട്ടി കുറച്ച് കഴിച്ചുള്ളൂ. ബാക്കി പിന്നെ നമ്മളെ
ഹാനൂസ് മോനോട് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ ഹാനൂസ് മോൻ കഴിച്ചിട്ടോ. പിന്നെ മക്കൾക്ക് പാർസലാക്കാൻ പറ്റൂല ഫ്രൂട്ട് സലാഡ് ആയതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഇനി വാങ്ങി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളത് അതേപോലത്തെ എന്തെങ്കിലും പാർസലായിട്ട് കൊണ്ടുപോകും കേട്ടോ. പിന്നെ എന്താ നമ്മൾ റിസോർട്ടിനോട് തിന്നു പറഞ്ഞിട്ട് അവനക്ക് മതി പറഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ. എനിക്ക് അത്ര കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അതിലുള്ള ഫ്രൂട്ട്സൊന്നും വല്ലാതെ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു കഴിക്കലാണ് കേട്ടോ. പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ബാങ്കിൽ പോകണം, പിന്നെ പല്ല് ഡോക്ടറെ കാണിക്കണം വെച്ചിട്ടൊക്കെ വന്നതേന്. നമ്മൾ പല്ല് ഡോക്ടറെ അടുത്ത് പോയിരുന്നു കേട്ടോ. പല്ല് ഡോക്ടറും പെരുന്നാളായിട്ട് ലീവ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹനൂസ് മോന് ചോക്ലേറ്റൊക്കെ കണ്ടിട്ട് ആ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്ത് തിന്നാലും ഇങ്ങനെ പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ചോക്ലേറ്റോ ഒക്കെ കിട്ടുമോ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കും കേട്ടോ. പക്ഷെ കുഞ്ഞോനോട് പറയൂല കേട്ടോ, ഒക്കെ എന്നോടേ പറയുള്ളൂ അത് വേണം ഇത് വേണം. അപ്പം ഞാൻ 2 ജംസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വല്ല മാറ്റിക്കാടി ഇറക്കാണ്ട് ജംസ് വാങ്ങി കൊടുത്തു കേട്ടോ. ചില നേരത്ത് ഭയങ്കര വാശിയാണ്, അത് തന്നെ വേണം. അപ്പോൾ ഓനക്ക് മാത്രം അങ്ങനെ വാങ്ങിക്കൊടുക്കും കേട്ടോ. ഭയങ്കര വാശി എടുക്കുന്ന സമയത്ത്. പിന്നെ അവിടെ കണ്ട കുറച്ച് മിഠായികളാണ് കേട്ടത്, കോലുമിഠായി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റിസോർട്ട് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തന്നീല അറിയണ്ടതാ, ഒന്ന് വാങ്ങിയില്ല അറിയണ്ട. കുടിച്ചോ എന്നിട്ടോ എനിക്ക് കൊറഞ്ഞില്ല അറിയണ്ട. എന്നാ ഇന്നത്തെ പുതിയ പുസ്തകമൊക്കെ ബുദ്ധി ഉണ്ടാവും. ഇതേതാ മാന്ത്രിക വണ്ടി, ഇത്രയും കാര്യം നോക്കാത്തൊരു ബുക്കൊക്കെ. ഹായ് അടിപൊളി ബുദ്ധിയൊക്കെയാണല്ലോ. ഇതൊക്കെ ആരെ വെച്ചെന്ന് വെച്ച ഓൻ അവിടെ തന്നെ പറയണേ എന്താ അറിയാ മിന്ന അത് കണ്ടിട്ട് എന്താ പറയാ, എൻ്റെ മോനെ മിന്ന റിസ്. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് പൂച്ചക്ക് പാലൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ നിസ്കരിച്ച് അസർസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കാൻ